ഇന്നലെ ഡൽഹിയിൽ പ്രതിപക്ഷം നടത്തിയ മാർച്ച് പ്രേക്ഷകർ കണ്ടു കാണും. പ്രതിപക്ഷത്തിൻ്റെ കരുത്ത് തെളിയിച്ചതായിരുന്നു എം പിമാരുടെ പ്രകടനം. 300 എം പിമാർ പങ്കെടുത്തു എന്നൊക്കെയല്ലേ വാർത്ത വന്ന്. എന്നാൽ ഇതിനിടെ പ്രതിപക്ഷത്തിൻ്റെ അഭാവത്തിൽ പാർലമെൻറ്റിൽ ചെറിയൊരു സംഭവം നടന്നു. അവിടെ ചർച്ചയൊന്നും കൂടാതെ ഒരു 8 ബില്ല് അങ്ങ് പാസ്സാക്കിയെടുത്തു. ഇതിനെക്കുറിച്ചാണ് 24 ഒബ്സർവർ ദിലീപ് കുമാർ സംസാരിക്കുന്നത്. നമ്മുടെ നിരീക്ഷകൻ വരികയാണ്. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള പ്രകടനമൊക്കെ നടത്തുന്നതിന് മുമ്പ് പാർലമെൻറ്റ് മുടക്കി പുറത്തിറങ്ങണം എന്നൊരു സൂചന കൂടിയാണ് ഇന്നലത്തെ സംഭവം തെളിയിക്കുന്നത്. അങ്ങനെയാണോ കാര്യങ്ങൾ? ഗുഡ് മോർണിംഗ്. പാർലമെന്റ് പല ദിവസങ്ങളിലും തടസ്സപ്പെടാറുണ്ട്. പാർലമെന്റ് നടപടികൾ ഈ സമ്മേളനത്തിലും വർഷകാല സമ്മേളനത്തിലും സുഗമമായല്ല നടക്കുന്നത്. നേരത്തെ 2012 ഒരു ഏകദേശ കണക്കാണ് ഇപ്പോഴും ഉള്ളത്. അന്നത്തെ കണക്ക് പ്രകാരം പാർലമെന്റ് ചേരുന്നതിന് 1 മിനിറ്റിന് 2.5 ലക്ഷം രൂപയാണ് ചെലവ് നിശ്ചയിച്ചിരുന്നത്. ഇപ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങായിട്ടുണ്ടാവും ഈ ചെലവ് തുക. പക്ഷേ അത്തരത്തിലുള്ള ആ തുക ചെലവഴിക്കുമ്പോഴും അതിന് വേണ്ട തരത്തിലുള്ള അത് കൃത്യമായി വിനിയോഗിക്കുന്നുണ്ടോ പാർലമെൻറ്റ് അംഗങ്ങൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ തന്നെ പാർലമെൻറ്റിൽ നടന്ന സംഭവം, ലോക്സഭയിൽ 6 ബില്ലുകളും രാജ്യസഭ 2 ബില്ലുകളും ചർച്ച കൂടാതെ ഒറ്റയടിക്ക് പാസ്സാക്കുകയായിരുന്നു. ഇതിൽ വളരെ സുപ്രധാനമായ ചില ബില്ലുകളുമുണ്ട്. അതിൽ പ്രതിപക്ഷം തന്നെ നേരത്തെ ചർച്ച ആവശ്യപ്പെട്ടിരുന്ന ബില്ലുകളായിരുന്നു. ഒന്ന് 1961 ആദായ നികുതി ഭേദഗതിയുമായി ബന്ധപ്പെട്ട സുപ്രധാന ബില്ല്, മറ്റൊന്ന് കായിക മേഖലയുമായി ബന്ധപ്പെട്ട ബില്ലായിരുന്നു. ഈ ബില്ലുകളൊക്കെ വെറും 3 മിനിറ്റ് മുതൽ 34 മിനിറ്റ് വരെയാണ് ഇന്നലെ പാർലമെൻറ്റ് ഈ ബില്ലുകൾ പാസ്സാക്കുന്നതിന് വേണ്ടി എടുത്തത്. ആദായ നികുതി ബില്ലിൻ്റെ കാര്യത്തിലാകട്ടെ മന്ത്രിയുടെ ആമുഖം പോലും ഇല്ലാതെ പെട്ടെന്ന് തന്നെ 3 മിനിറ്റ് കൊണ്ട് ഈ ബില്ല് പാസ്സാക്കിയെടുക്കുന്നതാണ് ലോക്സഭ അതിന് സാക്ഷ്യം വഹിച്ചത്. ഈ ആദായ നികുതി ബില്ലിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള സുപ്രധാനമായ പല വ്യവസ്ഥകളുമുണ്ട്. അതായത് ഒരു ആരോപണ വിധേയനായ ഒരാളിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ അയാളുടെ ലോക്കറിലോ ഒക്കെ പരിശോധന നടത്തുന്നതിന് ഇനി ഈ ആരോപണ വിധേയൻ്റെ അനുമതി ആവശ്യമില്ല. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അത് നേരിട്ട് പരിശോധിക്കാൻ കഴിയും. അതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കമ്പ്യൂട്ടർ, മൊബൈൽ ഇതിലൊക്കെ എൻക്രിപ്റ്റഡ് ആണെങ്കിൽ പോലും അതിലേക്ക് നുഴഞ്ഞു കയറി പരിശോധന നടത്തുന്നതിന്, അത് വാട്സാപ്പ് ആകട്ടെ അല്ലാതെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള രേഖകളാകട്ടെ, അങ്ങനെ പാസ്വേഡ് ഇവയുടെയൊന്നും കൈമാറിയില്ലെങ്കിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് തന്നെ നുഴഞ്ഞു കയറി ഇതിൽ പരിശോധന നടത്താം എന്ന നിർദ്ദേശമാണ് ഈ ആദായ നികുതി ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളിലുള്ളത്. അങ്ങനെ സുപ്രധാനമായ വ്യവസ്ഥകൾ അടങ്ങിയ ബില്ലാണ് ചർച്ച കൂടാതെ തന്നെ പാർലമെൻറ്റ് പാസ്സാക്കിയത്. മറ്റൊന്ന്, പ്രതിപക്ഷം നേരത്തെ ചർച്ച ആവശ്യപ്പെട്ടിരുന്ന ഒരു ബില്ലായിരുന്നു കായിക മേഖലയുമായി ബന്ധപ്പെട്ടത്. അത് രാജ്യത്തെ ഈ കായിക മേഖലയുമായി ബന്ധപ്പെട്ട സമിതികളെ, അതിനെയെല്ലാം ദേശീയ സ്പോർട്സ് ബോർഡ്, ദേശീയ കായിക ബോർഡ് എന്ന ഒരു അംബ്രലയിലേക്ക് കൊണ്ടുവരികയും അതിന് കീഴിലേക്ക് ഈ വിവിധ സംഘടനകളെ കൊണ്ടുവരിക എന്നതാണ്. BCCI ഇതിനെ തുടക്കം മുതൽ തന്നെ ശക്തിയായി എതിർത്തിരുന്നതാണ്. BCCI ഇപ്പോൾ അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള, അതായത് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് BCCI പുതിയ നിയമ ഭേദഗതി പ്രകാരം ഒഴിവാക്കിയിട്ടുണ്ട്. BCCI പറഞ്ഞിരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ വിവരാവകാശ നിയമം ബാധകമാക്കാവൂ എന്നാണ്. അത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് BCCIയെ ആ വ്യവസ്ഥയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ രാജ്യത്തെ കായിക സമിതികളെല്ലാം തന്നെ ഇനി ദേശീയ കായിക ബോർഡിന് കീഴിലായിരിക്കും. അത് സർക്കാരിൻ്റെ ലോഗോയൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഈ സമിതികൾ, അതിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ആവശ്യമാണ്. അങ്ങനെയുള്ള വ്യവസ്ഥകൾ ഈ കായിക മേഖലയുമായി ബന്ധപ്പെട്ട ബില്ലിലുണ്ട്. സുപ്രധാനമായ നിയമനിർമ്മാണങ്ങളാണ് ഇങ്ങനെ ചർച്ച കൂടാതെ പാസ്സായി പോകുന്നത്. അതിൽ പ്രതിപക്ഷത്തിനും വലിയ ഉത്തരവാദിത്വമുണ്ട്. കാരണം ഇത്തരം ബില്ലുകളൊക്കെ ചർച്ചയ്ക്കെടുക്കുമ്പോൾ ആ ബില്ലുകളിൽ വിശദമായ ചർച്ച ആവശ്യമാണ്. അത് പാർലമെൻറ്റിൻ്റെ മറ്റെന്തെങ്കിലും കമ്മിറ്റിക്ക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെങ്കിൽ അങ്ങനെ, സെലക്ട് കമ്മിറ്റിക്ക് വിടണമെങ്കിൽ അത്തരം നിർദ്ദേശം, പൊതുജനാഭിപ്രായം തേടണമെങ്കിൽ അത്തരം നിർദ്ദേശമൊക്കെ ഉന്നയിക്കുകയും വിശദമായ ചർച്ച ഈ ബില്ലുകളിൽ ആവശ്യപ്പെടുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ പ്രതിപക്ഷം പലപ്പോഴും പല ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് അത് ബഹളം വെച്ചുകൊണ്ട് സഭാ നടപടികളാകെ തടസ്സപ്പെടുത്തുന്ന വിധമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ബില്ലുകൾ പാസ്സാക്കിയെടുക്കുന്നു. അത് ഇപ്പോഴത്തെ ഭരണപക്ഷത്തിനും അന്ന് പ്രതിപക്ഷത്തായിരുന്നപ്പോഴും ഏതാണ്ട് ഇതേപോലെ തന്നെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഈ 2.5 ലക്ഷത്തിൻ്റെ കണക്ക് തന്നെ 2012 കൽക്കരി ഖനി അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണമെന്ന് പാർലമെൻറ്റിനെ വർഷകാല സമ്മേളനത്തെ അപ്പാടെ തുടച്ചു മാറ്റിയപ്പോൾ, അതായത് ഒരു ദിവസം പോലും സഭ ചേരാതിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അന്നാണ് അന്നത്തെ പാർലമെന്ററി കാര്യമന്ത്രി പവൻകുമാർ ബൻസൽ ഈ കണക്ക് അവതരിപ്പിച്ചത്. ഈ 2.5 ലക്ഷം രൂപ 1 മിനിറ്റിന് ചെലവാകുന്നു എന്ന കാര്യം. ആ നിലയിൽ സഭയോടുള്ള ഉത്തരവാദിത്വം, ജനങ്ങളോടുള്ള ഉത്തരവാദിത്വമൊക്കെ പാർലമെന്റ് അംഗങ്ങൾ കാണിക്കേണ്ടതാണ്. പാർലമെന്റിൽ ഇത്തരം സുപ്രധാന ബില്ലുകൾ ചർച്ച കൂടാതെ പാസ്സാക്കുന്നത് ഒഴിവാക്കേണ്ടതുമാണ്. താങ്ക് യു ദിലീപ് കുമാർ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.